ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ നൺ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. കഴിഞ്ഞ ഭാഗം നമ്മൾ നിർത്തിയത് ശവക്കല്ലറയിൽ നിന്നും കിട്ടിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ ഫാദർ ഒരു റൂമിലിരുന്ന് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഫാദർ ഒരു ചെകുത്താന്റെ ചിത്രം അതിൽ കാണുന്നത്. അതിന്റെ പേര് വലാക്ക് എന്നായിരുന്നു. അത് ഫാദർ വായിച്ച പാടെ വളരെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളാണ് ആ റൂമിൽ കേട്ടത്. അതിനുശേഷം ആ റൂമിന്റെ വാതിലുകളെല്ലാം തന്നെ അടയുകയായിരുന്നു. ഫാദർ ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഐറിനെയാണ് അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത്. ഐറിൻ, നീ എവിടെയാണ്? ഞാൻ ഇവിടെ പെട്ടിരിക്കുകയാണ്, നീ എന്നെ വന്ന് രക്ഷപ്പെടുത്തൂ എന്ന് ഫാദർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ സീൻ അവിടെ കട്ടാകുന്നു. അടുത്ത സീൻ കാണിക്കുന്നത് ഫ്രാങ്കോയാണ്. പള്ളിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ അവിടെ ഒരു വൈൻ ഷോപ്പിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ആളോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ അയാൾ ഫ്രാങ്കോയോട് തിരിച്ചു പറയുകയാണ്, നീ എന്തിനാണ് ആ പള്ളിയിലേക്ക് പോയത്? നീ ഇപ്പോൾ അവിടെ കൊണ്ടുവിട്ട രണ്ടുപേരും ഉടനെ തന്നെ മരിച്ചിരിക്കുമെന്ന്. കാരണം അത്രയും ഡേഞ്ചറായ ഒരു പള്ളിയാണ് അത്. അതുകൊണ്ടാണ് ഈ ഗ്രാമത്തിലെ ആരും തന്നെ അങ്ങോട്ടേക്കൊന്നും പോവാത്തത്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നീട് കാണിക്കുന്നത് അയറിനെയാണ്. ഫാദർ പറഞ്ഞതനുസരിച്ച് അയറിൻ ആ കന്യാസ്ത്രീയെയും അന്വേഷിച്ച് നടക്കുകയാണ് ആ പള്ളിക്കുള്ളിൽ. നടന്ന് അയറിൻ ഒരു ഹാളിലേക്കാണ് ചെന്നെത്തുന്നത്. അപ്പോൾ ആ ഹാളിന്റെ അറ്റത്തായി ഒരു കന്യാസ്ത്രീ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ മറ്റാരെയും അവിടെ കാണാനുമില്ല. കുറച്ചു നേരം ഐറിൻ അവിടെ വെയിറ്റ് ചെയ്തു. ഇനി വെയിറ്റ് ചെയ്താൽ ശരിയാവില്ല എന്ന് കരുതി അവൾ ആ കന്യാസ്ത്രീയെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഐറിന്റെ ബാക്കിൽ നിന്നും വേറൊരു കന്യാസ്ത്രീ ഐറിനെ വന്ന് വിളിക്കുകയാണ്. ഈ കന്യാസ്ത്രീയുടെ പേരാണ് വിയാന. അങ്ങനെ ആ കന്യാസ്ത്രീ ഐറിനോടായി പറയുകയാണ്, ആ സിസ്റ്റർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഒരാൾ കഴിയുമ്പോൾ മറ്റൊരാൾ അവിടെ എപ്പോഴും പ്രാർത്ഥിക്കാനായി വേണം. ആ കന്യാസ്ത്രീ ഐറിനോടായി പറയുകയാണ്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. എന്നിട്ട് ഐറിനെയും കൂട്ടി ആ കന്യാസ്ത്രീ ഒരു റൂമിലേക്ക് പോകുന്നു. അങ്ങനെ അവർ ആ റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ റൂമിന്റെ വാതിലുകളെല്ലാം തനിയെ അടയുകയും തുറക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കന്യാസ്ത്രീ പറയുകയാണ്, ഐറിൻ, നീ പേടിക്കരുത്, ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിന്നോട് പറയുന്നത് ഇവിടെയുള്ള സാത്താനെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അവൻ നിന്നെ പേടിപ്പിക്കാനായി ശ്രമിക്കുന്നത്, നീ ഒരിക്കലും പേടിക്കരുത് എന്ന്. അതിനുശേഷം ആ കന്യാസ്ത്രീ ആ പള്ളിയുടെ ആ നാടിന്റെ തന്നെ ചരിത്രം പറയാൻ തുടങ്ങുകയാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവിടെ ഭരിച്ചിരുന്ന രാജാവാണ് ഈ പള്ളി ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. എന്നാൽ അവർ പ്രാർത്ഥനയ്ക്കല്ല ഈ പള്ളിയെ ഉപയോഗിച്ചത്. അവർക്ക് നരകത്തിലെ ചെകുത്താനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അതിനുവേണ്ടി അവർ ഒരുപാട് ദേശങ്ങളിൽ നിന്നും ഒരുപാട് മനുഷ്യരെ ഇവിടെ കൊടുന്ന് കുരുതി കൊടുത്തു. അങ്ങനെ നരകത്തിലെ ചെകുത്താൻ ഭൂമിയിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പട്ടാളക്കാർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ആ മന്ത്രവാദിയെ പിടിച്ച് കൊന്നുകളയുകയാണ്. അതിനുശേഷം ഈ നരകത്തിലെ ചെകുത്താൻ ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ഒരുക്കിയ വഴി അവർ യേശുവിന്റെ രക്തം കൊണ്ട് ഭദ്രമായി അടയ്ക്കുകയാണ്. അങ്ങനെ ആ ചെകുത്താന്റെ വരവ് അവർ അവസാനിപ്പിക്കുന്നു. പിന്നീട് വർഷങ്ങളോളം ഈ പള്ളിയിൽ 24 മണിക്കൂറും പ്രാർത്ഥനകൾ തന്നെ ആയിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ഈ വലാക്ക് നരകത്തിലെ ചെകുത്താൻ ഭൂമിയിലേക്ക് വരാതെ ഇരിക്കാൻ തന്നെ. പിന്നീട് വേൾഡ് വാറിന്റെ സമയത്ത് പള്ളിക്കുണ്ടായ ഡാമേജുകൾ കാരണം ആ വഴി വലാക്ക് പുറത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഐറിൻ വിയാനയോട് പറയുകയാണ്, ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഒരു ഭീകര രൂപത്തെ കാണാറുണ്ട് എന്ന്. അപ്പോൾ വിയാന പറയുകയാണ്, ഞങ്ങളും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു വല്ലാത്ത രൂപത്തെ കാണാറുണ്ട്, അതിനർത്ഥം അവൻ പുറത്തെത്തി കഴിഞ്ഞു എന്നതാണ് എന്ന്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടേക്ക് മറ്റൊരു കന്യാസ്ത്രീ കടന്നു വരികയാണ്. എന്നിട്ട് വിയാനയോടായി പറയുകയാണ്, എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, ഇനി നീ പോയി പ്രാർത്ഥിക്കൂ എന്ന്. എന്നിട്ട് ആ കന്യാസ്ത്രീ ഐറിനോടായി പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ ഇപ്പോഴും ഒരു കന്യാസ്ത്രീ ആയിട്ടില്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണമെന്ന്. അപ്പോൾ ഐറിൻ പറയുകയാണ്, പ്രാർത്ഥനയ്ക്കായി പള്ളിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, ഇനി നാളെയെ പള്ളി തുറക്കുകയുള്ളൂ, അതിനുശേഷം ഞാൻ പോയിക്കൊള്ളാം എന്ന്. അതിനുശേഷം വിയാന തൽക്കാലം ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞ് ഐറിന് ഒരു റൂം തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഐറിൻ വിയാനയോട് ആ താക്കോലിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ വിയാന ആ താക്കോൽ കണ്ടപാടെ ഒന്ന് പകച്ചു പോവുകയാണ്. എന്നിട്ട് അവൾക്കൊന്നും തന്നെ അറിയില്ല എന്ന് കള്ളം പറയുന്നു. അതിനുശേഷം വിയാന അവിടെ നിന്നും പ്രാർത്ഥനയ്ക്കായി മറ്റൊരു റൂമിലേക്ക് പോവുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് ഫാദറിനെയാണ്. ഫാദർ ആ റൂമിൽ ലോക്ക് ആയിരുന്നല്ലോ, ഇപ്പോഴും ആ റൂമിൽ നിന്നും ഒരുപാട് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫാദർ ആ റൂമിന്റെ മറ്റൊരു ഭാഗത്തു നിന്നും വേറൊരു ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങുന്നു. അപ്പോഴാണ് ഫാദർ, ഇവർ ഫസ്റ്റ് ഈ പള്ളിയിലേക്ക് വന്ന സമയത്ത് ഒരു കന്യാസ്ത്രീയെ കാണിച്ചല്ലോ, തലയിലൂടെ കറുത്ത വസ്ത്രമെല്ലാം മൂടി ഒരു പ്രത്യേക രൂപത്തിലുണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീയെ അവരവിടെ കാണുകയാണ്. അവർ ഫാദറിനോട് പറയുകയാണ്, നിങ്ങൾ വേഗം തന്നെ ഇവിടെ നിന്നും തിരിച്ചു പോകണമെന്ന്. അപ്പോൾ ഫാദർ, ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പോവാൻ കഴിയില്ല, ഇവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അറിഞ്ഞ് അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നിന്നും ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ആവുള്ളൂ എന്ന്.
എന്നിട്ട് ഫാദർ ആ കന്യാസ്ത്രീയോട് ആ താക്കോലിനെ കുറിച്ച് ചോദിക്കുകയാണ്. എന്നാൽ ചോദ്യത്തിനുള്ള ഉത്തരമല്ല അവർ പറയുന്നത് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എവിടെ നിന്നും തിരിച്ചു പോകണം എന്ന് മാത്രമായിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവർ പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ച് സൈലന്റ് ആവുകയാണ്. ഫാദർ ആണെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുപടി ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ മറുപടി ഒന്നും കാണാതായപ്പോൾ ഫാദർ ആ കന്യാസ്ത്രീയുടെ മുഖത്തുള്ള ആ കറുത്ത തുണി നീക്കാനായി തൻ്റെ കൈ ഉയർത്തുകയാണ്. പെട്ടെന്ന് ആ കന്യാസ്ത്രീയുടെ കൈകൾ ഫാദറിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്നാൽ ആ കൈകൾ കാണാൻ ഒരുപാട് കാലം മുന്നേ മരിച്ചുപോയ ഒരു ശവത്തിന്റെ കൈ പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫാദർ എങ്ങനെയൊക്കെയോ ആ കൈ തട്ടി മാറ്റുകയാണ്. അപ്പോൾ ആ കൈ നിലത്തു വീണ് ചിന്നിച്ചിതറി പോവുകയാണ്. പിന്നീട് ഫാദർ ആ കന്യാസ്ത്രീയെ നോക്കുന്ന സമയത്ത് അവരെവിടെ കാണാനില്ല. അവർ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അയർനെയാണ്. അവൾ ഉറങ്ങുകയാണ്. ഉറക്കത്തിനിടയിൽ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ട് അവൾ ഉടനെ തന്നെ എഴുന്നേൽക്കുന്നു. അവൾ എഴുന്നേറ്റ് കണ്ണു തുറക്കുന്ന സമയത്ത് അവളുടെ റൂമിൽ അവളുടെ മുന്നിലായി ഒരു കന്യാസ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ആ റൂമിൽ നിന്നും ഒരുപാട് അലർച്ചകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീ പ്രാർത്ഥന നിർത്തി. എന്നിട്ട് അവൾ അവിടെ നിന്നും എഴുന്നേൽക്കുകയാണ്. കഴുത്തിലാണെങ്കിൽ ഒരു കയറുമുണ്ട്. അങ്ങനെ അവൾ മുന്നോട്ട് നീങ്ങുന്നു. എന്നിട്ട് ജനാല വഴി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. ഇതെല്ലാം അയറിന്റെ കൺമുന്നിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അവൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയറിന്റെ പിന്നിലായി ആരോ ഉള്ളതായി അവൾക്ക് തോന്നുകയാണ്. അങ്ങനെ അവൾ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രത്തെ ശരിക്ക് കാണിക്കുന്നത്. വലാഖ്. അവൾ അതിനെ കണ്ടു. എന്നാൽ അത് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ അയറിൻ ഒരു മെഴുകുതിരിയും എടുത്ത് അതിനെ കണ്ട ഭാഗത്തേക്ക് നടക്കുകയാണ്. നടന്ന് അവൾ ഒരു റൂമിന്റെ മുന്നിലെത്തുന്നു. ആ റൂമിന്റെ ഡോറിൽ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്. തിരിച്ചു പോയിക്കോളൂ, ഇതിനപ്പുറത്തേക്ക് വന്നാൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല എന്ന്. അതെ, ഇതാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ റൂം. അവൾ അത് വായിച്ചു കഴിഞ്ഞതും ആ റൂമിന്റെ ഡോർ തനിയെ തുറക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്നു വലാഖ്. അവൾക്കതിനെ ശരിക്കും കാണാമായിരുന്നു. അതിനെ കണ്ടതും അയറിൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എങ്കിലും അവൾക്കതിനെ സാധിക്കുന്നില്ല. അവളുടെ കാലുകൾ കുഴഞ്ഞു പോവുകയാണ്. അവളെ ഒരു വല്ലാത്ത ശക്തി വന്ന് ആ റൂമിന്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അവൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല. അവളുടെ പരമാവധി ശക്തിയെടുത്ത് അവൾ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഏറെ നേരമൊന്നും അതിനോട് മല്ലിടാൻ അവൾക്കായില്ല. അവസാനം അവളെ അത് ഉള്ളിലേക്ക് വലിച്ചു. അപ്പോഴേക്കും അവളുടെ ജപമാല അവളുടെ കയ്യിൽ കിട്ടിയിരുന്നു. അത് കയ്യിൽ കിട്ടിയതും വല കയറിന്റെ കാലിൽ നിന്നും പിടിവിടുകയാണ്. അങ്ങനെ ആ റൂമിന്റെ ഡോർ അടഞ്ഞു പോവുകയാണ്. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു നിൽക്കുന്ന അയറിനെ രണ്ട് കൈകൾ വന്ന് അവളുടെ കഴുത്തിൽ തന്നെ പിടിക്കുകയാണ്. അവൾ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലറി കരയുന്നുമുണ്ട്. എന്നിട്ട് അവൾ എങ്ങനെയൊക്കെയോ ആ കൈകളിൽ നിന്നും പിടിവിട്ട് രക്ഷപ്പെടുന്നു. അവൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. പെട്ടെന്ന് ആരോ അയറിന്റെ വായ പൊത്തി പിടിക്കുകയാണ്. അത് വിയാനയായിരുന്നു. വിയാന അയറിനോടായി പറയുകയാണ്, കരയരുത് അയറിൻ, പ്രാർത്ഥിക്കൂ. വലാഖിനെ പ്രതിരോധിക്കാൻ പ്രാർത്ഥിക്കുക മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ള ആകെ ആയുധം. അയറിൻ, നീ വേഗം പ്രാർത്ഥന ഹാളിലേക്ക് പോകൂ. അവിടെ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കൂടെ ജോയിൻ ചെയ്യൂ എന്ന്. അയറിൻ ഉടനെ തന്നെ ആ ഹാളിലേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ ഒരു കന്യാസ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന ഹാളിന്റെ ഒരു വശത്ത് ഒരു ശവശരീരം മൂടിയിട്ടിരിക്കുന്നു. അത് വിയാനയുടെ ആയിരുന്നു. ഉടനെ തന്നെ അവിടേക്ക് ഒരുപാട് കന്യാസ്ത്രീകൾ കടന്നു വരികയാണ്. എന്നിട്ട് അവർ പ്രാർത്ഥന തുടങ്ങുകയാണ്. അയറിനും അവരുടെ കൂടെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഇടയിൽ ആ ഹാളിൽ നിന്നും ഒരുപാട് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അയറിന് ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കന്യാസ്ത്രീകളെ എന്തോ ഒരു ശക്തി വന്ന് എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടുത്തെറിയുന്നതിന്റെ ആഘാതത്തിൽ കന്യാസ്ത്രീകളിൽ പലരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അയറിന് ഒരുപാട് പേടിയാവുന്നുണ്ടായിരുന്നു. എന്നാലും അവൾ തന്റെ പ്രാർത്ഥന നിർത്താതെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് കാണിക്കുന്നത് ആ റൂമിൽ അകപ്പെട്ടു പോയ ഫാദറിനെയാണ്. അദ്ദേഹം ആ റൂമിൽ നിന്നും പുറത്തേക്ക് വരാനായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫാദർ വീണ്ടും ആ ചെറിയ പയ്യനെ കാണുന്നത്. അവൻ ഫാദറിനെ ഉപദ്രവിക്കാൻ വരികയാണ്. അവൻ ഫാദറിന്റെ മേൽ ചാടി വീണു. ഫാദർ അവനെ തട്ടിമാറ്റി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. അതിനുശേഷം ഫാദർ ഫ്രാങ്കോ പറഞ്ഞ ആ ശവത്തിനെ കൊണ്ടുവച്ച റൂമിലേക്ക് പോവുകയാണ്. അവിടെയാണെങ്കിൽ അവരവിടെ കൊണ്ടുവച്ച ശവം ഫാദറിനെ ഉപദ്രവിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാദർ ആകെ പെട്ടിരിക്കുകയാണ്. ഇതിന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നതിനെ കുറിച്ച് ഫാദറിന് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ചുള്ളൻ ഫ്രാങ്കോ വരുന്നത്. വന്നപാടെ ഫ്രാങ്കോ ആ ശവത്തിന്റെ തല തന്നെ തെറിപ്പിച്ച് കളയുകയാണ്. അങ്ങനെ ഫാദർ ഇത്തവണയും രക്ഷപ്പെട്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അയറിനെയാണ്. അവൾ ആ പ്രാർത്ഥന ഹാളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ പിന്നിൽ ആരോ ഉള്ളതായി അവൾക്ക് തോന്നുന്നു. അത് അവളെ ഉപദ്രവിക്കുന്നുണ്ട്. അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറിയെറിയുന്നു. എന്നിട്ട് അവളുടെ പുറത്തായി എന്തോ
എഴുതുകയാണ്. അത് സാത്താൻ്റെ ചിഹ്നമായിരുന്നു. അവളുടെ ദേഹത്തു നിന്നും ബ്ലഡ് എല്ലാം വരുന്നുണ്ട്. എന്നിട്ടും അവൾ അവളുടെ പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഫ്രാങ്കോയും ഫാദറും കടന്നു വരികയാണ്. അവർ അയറിനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും പറ്റിയോ അയറിനെന്ന്. അപ്പോൾ അയറിൻ അവരോട് പറയുകയാണ്, ഇല്ല ഫാദർ, ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. എന്നാൽ അപ്പോഴാണ് അറിയുന്നത് അവിടെ ആ ഹാളിൽ അവളും ആ ഹാളിൻ്റെ ഒരു വശത്ത് കിടക്കുന്ന ശവവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇതെല്ലാം തന്നെ അവളുടെ ഒരു തോന്നലായിരുന്നു. പണ്ട് ഈ പള്ളിയിൽ നടന്ന കാര്യങ്ങളായിരുന്നു ഇപ്പോൾ അവൾ കണ്ടുകൊണ്ടിരുന്നത്. ഫാദർ ആണെങ്കിൽ ആ ശവം ആരുടേതാണെന്ന് നോക്കുകയാണ്. ആ സമയത്ത് ആ ശവം ഫാദറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു കുരിശെടുത്ത് ഫാദറിന്റെ തുടയിലേക്ക് കുത്തിയിറക്കുന്നു. ഫാദർ താഴെ വീണ് പിടയുകയാണ്. ഫ്രാങ്കോ അപ്പോൾ ആ ശവത്തിനെ പിടിച്ചു വെക്കുകയാണ്. എന്നാൽ അതിനെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അയറിൻ ഒരു കുരിശും ഹോളി വാട്ടറും എടുത്ത് ഫാദറിന് കൊടുക്കുകയാണ്. ഫാദർ ആ ഹോളി വാട്ടർ ആ കുരിശിലൊഴിച്ച് ആ ശവത്തിന്റെ ദേഹത്ത് വെക്കുന്നു. ഉടനെ തന്നെ ഫ്രാങ്കോ തന്റെ തോക്കെടുത്ത് ആ ശവത്തിന് നേരെ വെടിവെക്കുകയാണ്. അപ്പോൾ അതിനുമേൽ തീ പടരുകയാണ്. അതവിടെ തന്നെ കത്തി ചാരമാകുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് മലാക്കിന് പുറത്തു വരണമെങ്കിൽ ഒരു ശരീരം വേണമെന്ന്. അപ്പോൾ ഫ്രാങ്കോ പറയുകയാണ്, മതി ഫാദർ, നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ, ഇനി നിങ്ങൾ തിരിച്ചു പോകാൻ നോക്കൂ എന്ന്. അപ്പോൾ അയറിൻ പറയുകയാണ്, അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല, അത് ഇതിലും വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്ന്. അതിനുശേഷം അയറിൻ ഫാദറിന്റെ മുറിവെല്ലാം കേട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ ഫാദറിനോടും ഫ്രാങ്കോയോടുമായി പറയുകയാണ്, മലാക്ക് കയറി വരുന്ന വഴി എനിക്ക് മനസ്സിലായി. അത് അടച്ചാൽ മാത്രമേ ആ സാത്താന്റെ ഭൂമിയിലേക്കുള്ള വരവ് തടയാൻ പറ്റൂ എന്ന്. അത് അടയ്ക്കണം. അതിന് യേശുക്രിസ്തുവിന്റെ രക്തം വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ആ വഴി പൂർണ്ണമായും അടയ്ക്കാൻ കഴിയുള്ളൂ എന്ന്. യേശുക്രിസ്തുവിന്റെ രക്തം നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്നവർ ചോദിക്കുമ്പോൾ അയറിൻ ആ താക്കോൽ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, ഈ താക്കോൽ ഈ പള്ളിയിലെ ഒരു റൂമിൻ്റെതാണ്. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ രക്തമുള്ളത്. എന്നിട്ട് അവൾ ഫാദറിനോടായി പറയുകയാണ്, നമുക്ക് വലാക്കിനെ നശിപ്പിക്കണം. ബട്ട് അതിനു മുന്നേ ഫാദർ എന്നെ ഒരു കന്യാസ്ത്രീയായി മാറ്റണം. ഞാൻ ഇപ്പോഴും ഒരു സാധാ സ്ത്രീയാണ് എന്ന്. അങ്ങനെ ഫാദർ ഉടനെ തന്നെ അയറിനെ കന്യാസ്ത്രീയായി മാറ്റാനുള്ള ചടങ്ങുകളെല്ലാം ചെയ്യുകയാണ്. എന്നിട്ട് അയറിനെ ഫാദർ ഒരു കന്യാസ്ത്രീയാക്കി മാറ്റുന്നു. അയറിൻ ഇപ്പോൾ ഒരു കന്യാസ്ത്രീയാണ്. അതിനുശേഷം അവർ 3 പേരും യേശുക്രിസ്തുവിന്റെ രക്തവും അന്വേഷിച്ച് അവിടെയെല്ലാം നടക്കുകയാണ്. എന്നാൽ അവർ എത്ര തിരഞ്ഞിട്ടും അവർക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഫാദർ അയറിനോടായി ചോദിക്കുകയാണ്, നിനക്ക് അവസാനം വന്ന ഇല്യൂഷൻ എന്തായിരുന്നു എന്ന്. അപ്പോൾ അയറിൻ പറയുകയാണ്, മാതാവ് എനിക്ക് വഴി കാട്ടി തരുന്നതായാണ് എനിക്ക് തോന്നിയത് എന്ന്. അപ്പോൾ അവിടെ ഒരു മാതാവിന്റെ രൂപം കാണുകയാണ്. അതിന്റെ വിരലിൽ സൺലൈറ്റ് തട്ടിയതും ആ വെളിച്ചം മറ്റൊരു സ്ഥലത്ത് വന്ന് പതിക്കുകയാണ്. അവിടെ ഒരു താക്കോലിടാനുള്ള ഹോൾ ഉണ്ടായിരുന്നു. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഉടനെ തന്നെ അയറിൻ തന്റെ കയ്യിലുള്ള താക്കോൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അത് തുറക്കുകയാണ്. അതിനുള്ളിൽ നിന്നും അവർക്ക് യേശുവിന്റെ രക്തം കിട്ടുന്നു. ഫാദർ അത് അയറിന്റെ കയ്യിൽ കൊടുക്കുന്നു. അവിടെ നിന്നും അവർ വലാക്ക് വരുന്ന വഴി കണ്ടുപിടിക്കാൻ പോവുകയാണ്. 3 പേരും 3 വഴിക്ക് അന്വേഷിക്കുന്നു. അയറിൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അവൾ നന്നായി പേടിച്ചിരിക്കുന്നു. പെട്ടെന്നാണ് അവളുടെ പിന്നിൽ വലാക്ക് വരുന്നത്. അത് അവൾ നോക്കുന്ന സമയത്ത് മറ്റൊരു രൂപം അവളെ സൈഡിൽ നിന്നും അറ്റാക്ക് ചെയ്യുകയാണ്. അവൾ അവിടെ നിന്നും കയ്യിലുണ്ടായിരുന്ന വെളിച്ചമെല്ലാം വലിച്ചെറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ്. അതിനുശേഷം അവൾ എവിടെ നിന്നൊക്കെയോ ഒരു മെഴുകുതിരി കണ്ടുപിടിച്ച് അതും കത്തിച്ച് അവൾ മുന്നോട്ട് നടക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലായി മറ്റൊരു മെഴുകുതിരി കത്തുന്നത് അവൾ കാണുകയാണ്. അങ്ങനെ അവൾ അതിന്റെ അടുത്തേക്ക് എത്തി. പെട്ടെന്ന് തന്നെ അയറിന്റെ ചുറ്റുമായി ഒരുപാട് മെഴുകുതിരികൾ കത്തുന്നു. അത് വലാക്ക് അയറിന് ഒരുക്കിയ ഒരു കെണിയായിരുന്നു. വലാക്കിന് ഒരു ശരീരം ആവശ്യമാണ്. അതിനായി ഒരുക്കിയ കെണിയിലാണ് അയറിൻ ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത്. അയറിൻ അപ്പോൾ ഉറക്കി നിലവിളിക്കുന്നുണ്ടായിരുന്നു. ആ നിലവിളി ശബ്ദം ഫ്രാങ്കോ കേൾക്കുകയാണ്. അവൻ ഉടനെ തന്നെ ആ വാതിൽ ചവിട്ടി തുറന്ന് അവിടേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ ഒരുപാട് കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ അവരുടെ മുഖം ഒരു തുണി കൊണ്ട് മറച്ചിരുന്നു. ആ തുണിയിലാണെങ്കിൽ രക്തക്കറയും ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഫ്രാങ്കോ ഒന്ന് പകച്ചുവെങ്കിലും അവൻ വീണ്ടും മുന്നോട്ട് തന്നെ നീങ്ങി. പിന്നീട് കാണിക്കുന്നത് ഫാദറിനെയാണ്. ഫാദർ ഇതൊന്നും അറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഫാദറിന്റെ മുന്നിലായി ഒരുപാട് കന്യാസ്ത്രീകൾ നടന്നു വരുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ വലാക്കിന്റെ പണിയായിരുന്നു. ഫാദർ തന്റെ വിളക്കിലെ എണ്ണ ഉപയോഗിച്ച് താഴത്തെ ഒരു കുരിശുരൂപമുണ്ടാക്കി അതിൽ തീ കൊളുത്തി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഫ്രാങ്കോയാണ്. ഫ്രാങ്കോ ആണെങ്കിൽ അയറിനെ വിളിച്ചുകൊണ്ട് അന്വേഷിച്ച് നടക്കുകയാണ്. പെട്ടെന്നാണ് ആ റൂമിലുള്ള മുഖമെല്ലാം മൂടിയ കന്യാസ്ത്രീകൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നത്. അപ്പോഴാണ് ഫ്രാങ്കോ അയറിനെ കാണുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ് അവളെ നിർത്തിയിരിക്കുന്നത്. അവൻ മുന്നോട്ട് നീങ്ങി. അയറിന്റെയും മുഖം ആ കന്യാസ്ത്രീകളെ പോലെ മൂടിയിരുന്നു. അതിലും രക്തമെല്ലാം ഉണ്ടായിരുന്നു. എന്തു വരട്ടെ എന്നു കരുതി ഫ്രാങ്കോ ആ മുഖംമൂടി മാറ്റി നോക്കുകയാണ്. അതെ, അത് അയറിൻ തന്നെയാണ്. ബട്ട് അവളുടെ മുഖത്തിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. അവൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
അവളുടെ മുഖം ആകെ മാറുകയാണ്. അവൾ ഉറക്കെ ഒച്ച വയ്ക്കുന്നു. ആ ശബ്ദത്തിന്റെ പവറിൽ ഫ്രാങ്കോ പോയി ഭിത്തിയിലിടിച്ച് താഴെ വീഴുകയാണ്. അയറിന്റെ ദേഹത്തിപ്പോൾ വലാക് പ്രവേശിച്ചിരിക്കുന്നു. അയറിന്റെ ദേഹത്തുള്ള വലാക് നേരെ ഫ്രാങ്കോയുടെ അടുത്ത് വന്ന് അവന്റെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ്. ഫ്രാങ്കോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പെട്ടെന്നാണ് അവനൊരു ഐഡിയ തോന്നുന്നത്. ഫ്രാങ്കോ മെല്ലെ അയറിന്റെ കഴുത്തിലുള്ള മാലയിൽ നിന്നും ജീസസിന്റെ ബ്ലഡ് കുറച്ച് അവന്റെ കയ്യിലാക്കുകയാണ്. എന്നിട്ട് അത് നേരെ അയറിന്റെ മുഖത്തായി തേക്കുന്നു. ജീസസിന്റെ ബ്ലഡ് അയറിന്റെ ദേഹത്ത് ആയ പാടെ തന്നെ അയറിന്റെ ദേഹത്തുള്ള വലാക് അയറിന്റെ ദേഹത്തു നിന്നും വേർപെട്ടു പോവുകയാണ്. അയറിന്റെ ദേഹത്തു നിന്നും വേർപിരിഞ്ഞു പോകുന്ന വലാക് നേരെ വന്ന് ഫ്രാങ്കോയെ വീണ്ടും പിടികൂടുകയാണ്. ഈ സമയത്ത് വലാക്കിന്റെ മുഖം വളരെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. അത് വളരെ പേടിപ്പെടുത്തുന്ന വിധമായിരുന്നു. ഉടനെ തന്നെ അയറിൻ വലാക്കിന്റെ ദേഹത്ത് ജീസസിന്റെ ബ്ലഡ് ആക്കാൻ വേണ്ടി വരികയാണ്. എന്നാൽ വലാക് അയറിനെയും എടുത്ത് എറിയുകയാണ്. അയറിൻ നേരെ ചെന്ന് വീഴുന്നത് ഒരു വെള്ളത്തിലേക്കാണ്. ഈ വെള്ളത്തിനടിയിലാണ് വലാക് പുറത്തേക്ക് വരുന്ന ആ വഴിയുള്ളത്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് ഫാദറിനെയാണ്. ഫാദറിന് ആ ചെറിയ പയ്യന്റെ വായിൽ നിന്നും ഒരു പാമ്പ് ഇറങ്ങി വന്ന് അത് ഫാദറിന്റെ കഴുത്തിൽ തന്നെ പിടികൂടിയിരിക്കുകയാണ്. എന്നിട്ട് ആ പാമ്പ് ഫാദറിന്റെ കണ്ണിലേക്ക് തന്നെ കൊത്തുകയാണ്. എന്നിട്ട് ഫാദറിന്റെ കണ്ണ് ആ പാമ്പ് കടിച്ചെടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അയറിനെയാണ്. അയറിൻ ആ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് വലാക് വെള്ളത്തിനടിയിൽ നിന്നും വരികയാണ്. അത് അയറിന് നേരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലാക് നേരെ വന്ന് അയറിന്റെ കഴുത്തിന് തന്നെ പിടിക്കുകയാണ്. എന്നിട്ട് അവളുടെ തല മുഴുവനായി ആ വെള്ളത്തിൽ മുക്കി പിടിക്കുന്നു. അയറിൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവൾക്കതിന് സാധിക്കുന്നില്ലായിരുന്നു. ഈ സമയത്ത് വലാക് അയറിന്റെ കയ്യിലുണ്ടായിരുന്ന ജീസസിന്റെ ബ്ലഡ് ആക്കിയിട്ടുള്ള ആ മാല അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുകയാണ്. എന്നാൽ ആ മാലയുടെ ലോക്കറ്റിനകത്ത് ജീസസിന്റെ ബ്ലഡ് ഉണ്ടായിരുന്നില്ല. ജീസസിന്റെ ബ്ലഡ് അതിലില്ല എന്ന് മനസ്സിലാക്കുന്ന വലാക് അയറിനെ ആ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് പൊക്കുകയാണ്. ഈ സമയം അയറിനാണെങ്കിൽ മരിച്ചതുപോലെ കിടക്കുകയാണ്. അപ്പോൾ വലാക്കിന് തന്നെ അവൾ മരിച്ചോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ തോന്നുകയാണ്. അങ്ങനെ വലാക് അയറിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. ഈ സമയം അയറിനാണെങ്കിൽ വെള്ളത്തിനടിയിൽ വെച്ച് വായിലാക്കിയ ജീസസിന്റെ ബ്ലഡ് വലാക്കിന്റെ മുഖത്തേക്ക് തുപ്പുകയാണ്. ജീസസിന്റെ ബ്ലഡ് വലാക്കിന്റെ ദേഹത്ത് വീണ ഉടനെ തന്നെ അയറിന്റെ പിടി വലാക് വീടുകയാണ്. ഒരു വല്ലാത്ത ശബ്ദത്തോടു കൂടി വലാക് പിടയുകയാണ്. അത് മാത്രമല്ല അയറിൻ വലാക്കിന്റെ ദേഹത്തേക്ക് തുപ്പുന്ന സമയത്ത് കുറച്ച് ബ്ലഡ് ആ വെള്ളത്തിലും വീഴുകയാണ്. വെള്ളത്തിൽ വീണ ഉടൻ വെള്ളത്തിൽ മൊത്തം ആ ബ്ലഡ് പടരുകയാണ്. ഉടനെ തന്നെ ആ വെള്ളം മൊത്തം വലാക് വന്ന വഴിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. മാത്രമല്ല വെള്ളം പോകുന്നതിനോടൊപ്പം വലാക്കിനെയും ആ കുഴിയിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. നിമിഷങ്ങൾക്കകം മൊത്തം വെള്ളവും ഒപ്പം വലാക്കും ആ വഴിയിലൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. ആ വഴി ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു. അങ്ങനെ വലാക് വന്ന വഴി അവർക്ക് അടക്കാൻ സാധിച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ അയറിനാവട്ടെ ഇപ്പോൾ ഒരനക്കവുമില്ലാതെ കിടക്കുകയാണ്. ഈ സമയം ഫ്രാങ്കോ അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവളെ വിളിച്ചു ഉണർത്തുകയാണ്. അതിനുശേഷം അയറിനും ഫ്രാങ്കോയും ഫാദറും ആ പള്ളിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അങ്ങനെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നു. ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും തന്നെ പരിഹരിച്ചിരിക്കുന്നു. അയറിനും ഫാദറും ഇപ്പോൾ തിരിച്ചു പോവാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ഫ്രാങ്കോ തന്നെയാണ് അവരെ ആ നാടിന് വെളിയിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. അപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്. ഫ്രാങ്കോയുടെ കഴുത്തിനു പിറകിലായി തല കുത്തി നിൽക്കുന്ന ഒരു കുരിശിന്റെ ചിഹ്നം. അത് വലാക്കിന്റെ ചിഹ്നമായിരുന്നു. വലാക് ഫ്രാങ്കോയുടെ കഴുത്തിന് കുത്തി പിടിച്ചിരുന്ന സമയത്ത് വലാക്കിന്റെ വായിൽ നിന്നും ഒരു പാമ്പ് വന്ന് അത് നേരെ ഫ്രാങ്കോയുടെ വായിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലാക്കിന്റെ ഒരംശം ഫ്രാങ്കോയുടെ ഉള്ളിലും ആവുകയാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വലാക് ഫ്രാങ്കോയിലൂടെ പുറത്തേക്ക് വരികയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.